പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ഓഗസ്റ്റ് മാസം 12-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കാര്യങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രം. സ്തോത്രം കർത്താവെ, അങ്ങയുടെ കൃപയാണ് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേ സ്തുതിക്കുന്നത്. അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൺമണി പോലെ കാത്തു പരിപാലിച്ചല്ലോ. ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം അങ്ങ് ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നല്ലോ. അതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയല്ലോ. അതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. അങ്ങയുടെ കൃപ ഈ പകൽക്കാലം അനുഭവിപ്പാൻ, അങ്ങയുടെ സ്പെഷ്യൽ ഫേവറിനകത്തായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ പിതാവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. കരയുന്ന കാക്കയ്ക്കും കാക്കയുടെ കുഞ്ഞിനും അതാതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കാട്ടിലെ മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ദൈവം, എല്ലാം അങ്ങാ കൊടുക്കുന്നത്. പറക്കുന്ന പറവയ്ക്ക് ആഹാരം കൊടുക്കുന്നവൻ അങ്ങ്. ഹല്ലേലൂയ. സൂര്യന് പ്രകാശം കൊടുത്തവൻ അങ്ങ്. എല്ലാത്തിനും സൃഷ്ടിച്ചവൻ അങ്ങ്. അങ്ങേ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. സങ്കീർത്തനക്കാരൻ പറയുന്നു 138-ാം സങ്കീർത്തനം, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യും. ദേവന്മാരുടെ മുമ്പാകെ ഞാൻ അങ്ങയെ കീർത്തിക്കും. അതേ കർത്താവ്, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി കർത്താവിനെ നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആവേശത്തോടെ അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന അങ്ങയുടെ ജനത്തെ കർത്താവെ, ആവേശത്തോടെ അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഇന്നത്തെ പകൽക്കാലം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ പ്രത്യേക കൃപ ഇന്ന് പകൽക്കാലം അവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. അവരുടെ യാത്രകളിൽ അങ്ങയുടെ കൃപയുണ്ടാകണം. അവരുടെ ജോലി സ്ഥലങ്ങളിൽ അങ്ങയുടെ പ്രത്യേക കൃപയുണ്ടാകണം. അവരുടെ കുടുംബത്തിനകത്ത് അങ്ങയുടെ സന്തോഷവും അങ്ങയുടെ സമാധാനവും നിറഞ്ഞു നിൽക്കണം. പ്രത്യേകിച്ച് കർത്താവ് മക്കളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങയുടെ പ്രത്യേക അഭിഷേകം വ്യാപരിക്കണം. അവരെല്ലാവരും അങ്ങയുടെ ഹിതപ്രകാരം നടക്കുന്ന കുഞ്ഞുങ്ങളായി തീരണം. കർത്താവെ, ഇന്ന് പകൽക്കാലം തന്നെ കുഞ്ഞുങ്ങൾ അവരുടെ മുമ്പിലുള്ള ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ പ്രവൃത്തി നടത്തണമേ. അങ്ങ് നല്ലവനും അങ്ങ് സഹായകനുമാകിയാൽ സ്തോത്രം. കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ മക്കളുടെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സഹായം അവർക്ക് ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് സഹായം ലഭിക്കട്ടെ. നല്ല ബന്ധങ്ങൾ അവർക്ക് ലഭിക്കട്ടെ. നല്ല കണക്ഷനുകൾ അവർക്കുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തന്നെ കുഞ്ഞുങ്ങൾ ചെല്ലുന്നിടത്തൊക്കെയും അവർക്കായി വഴികൾ തുറന്നു വരട്ടെ. അവരുടെ മുമ്പിൽ ഇതുവരെ അടഞ്ഞ ചില വാതിലുകൾ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അവർക്കായി തുറന്നു വരട്ടെ. അത്ഭുതങ്ങളുടെ ഒരു പകലായി ഇന്നത്തെ പകൽ തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മാറുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൈനസിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചുമയാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശാരീരിക ക്ഷീണത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാരീരിക സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവകൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, കാല് കുത്തുവാൻ പ്രയാസമായി രാവിലെ എഴുന്നേറ്റപ്പോൾ കാലിൻ്റെ അടിഭാഗത്ത് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. മാത്രമല്ല കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതലുകൾ അവരുടെ മേൽ ഉണ്ടാകട്ടെ. എല്ലാ ഹാർട്ട് ബ്ലോക്കുകളും റിമൂവ് ആകട്ടെ. കർത്താവെ, അതുപോലെ സാമ്പത്തിക ആവശ്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പകൽക്കാലം വിടുതൽ അനുഭവിക്കട്ടെ. ദൈവിക കൃപ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലത്തൊക്കെയും കർത്താവിൻ്റെ പ്രത്യേക
പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകണം. എല്ലായിടത്തും കർത്താവിൻ്റെ കരുതൽ ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ നിൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ രക്തത്തിന് മറവിലാക്കണം. ലോകത്തെമ്പാടും അങ്ങനെ വേലയിലായിരിക്കുന്നവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടാകും. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണം. നിങ്ങളുടെ ആ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. എന്തെങ്കിലും അത്യാവശ്യമായ വിഷയങ്ങളാണെങ്കിൽ അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ജനറലായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. കർത്താവ് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വേണ്ടി ആ കാര്യങ്ങളെ നിർവഹിച്ച് തരിക തന്നെ ചെയ്യും കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. ആമേൻ. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക അത്ഭുതം നടക്കും. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കേൾക്കാൻ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകളെ അയക്കണമേ. വചനത്തിന് ശക്തിയുണ്ട്, വചനത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപയുണ്ട്. അവൻ ചില സഹായങ്ങളുടെ കരം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം നീട്ടും. നിങ്ങൾ പ്രതീക്ഷിക്കാത്തിടത്തുനിന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചില സഹായ ഹസ്തങ്ങളെ അവൻ എപ്പോഴും കർത്താവ് എന്താ ചെയ്യുന്നത്? കർത്താവ് ചിലപ്പോൾ മനുഷ്യനെ ഉപയോഗിക്കും. ചിലരെ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ പകൽക്കാലം ഉപയോഗിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. 1 Peter chapter number 4 verse 18. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? ഇവിടെ പരിശുദ്ധാത്മാവ് പറയുക, നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? പത്രോസ് ഈ ലേഖനം എഴുതുന്നത് അവൻ ഭയങ്കര പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജനത്തിന് വേണ്ടിയാണ്. അപ്പോഴും അവരുടെ നടുവിൽ അവരോട് പറയുകയാണ് നമ്മുടെ രക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആമേൻ ആ ദൈവത്തോടു കൂടെ നടക്കുന്നതിനെക്കുറിച്ചും ആമേൻ ജീവിതത്തിൽ ആമേൻ പ്രയാസങ്ങളും അല്ലെങ്കിൽ പരീക്ഷകളുമൊക്കെ നേരിടുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പം എന്തൊക്കെ വന്നാലും നമുക്ക് ലഭിച്ച രക്ഷ അതിനെ ഒരിക്കലും നമ്മൾ ചെറുതായി കാണരുത്. അതിനെ ഒരിക്കലും വില കുറഞ്ഞ് കാണാനോ അതിനെ വാല്യൂ ചെയ്യാതിരിക്കരുത്. അത് വളരെ പ്രഷ്യസാണ്. നമുക്ക് വേണ്ടി യേശു തൻ്റെ ജീവൻ കൊടുത്താണ് നമ്മളെ വീണ്ടെടുത്തത്. അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും യേശുവിൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ചൊരിഞ്ഞതുകൊണ്ടാണ് നമ്മൾക്ക് രക്ഷ ലഭിച്ചത്. ആ രക്ഷയെ നമ്മൾ അവഗണിക്കരുത്. ഒരുപക്ഷെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ചലഞ്ചസുകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. നമ്മളെ നിത്യജീവനിൽ നിന്നും അകറ്റിക്കളയുന്നതായ പല അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. ത്യജിച്ചു തള്ളിപ്പറയേണ്ടതായ അനുഭവങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ എന്തിനാണ് ഇങ്ങനെയൊക്കെ വിശ്വാസത്തിൽ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓർത്തോണം, അവൻ നീതിമാൻ പ്രയാസേനയാണ് രക്ഷ പ്രാപിക്കുന്നത് എന്ന് വേദപുസ്തകം പറയുമ്പോൾ ഈ അന്ത്യകാലത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം വളരെ വിശുദ്ധിയോടുകൂടെയും വളരെ ഭക്തിയോടുകൂടെയും വളരെ പ്രാർത്ഥനയോടുകൂടെയും കർത്താവിനോടുള്ള ആ ഏകാഗ്രതയിൽ ഈ ദിവസങ്ങളിൽ ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. നമുക്കറിയാം, നമ്മുടെ പ്രതിയോഗിയായി നിൽക്കുന്ന പിശാച് എപ്പോഴും നമ്മളെ എങ്ങനെ ആ കർത്താവിൽ നിന്ന് അകറ്റിക്കളയാം, ദൈവിക സമാധാനത്തിൽ നിന്ന് അകറ്റിക്കളയാം, അല്ലെങ്കിൽ ദൈവിക സന്തോഷം നമ്മളെങ്ങനെ അനുഭവിക്കാതെ എങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ രക്ഷയെ അവഗണിച്ച് ജീവിക്കും എന്നൊക്കെ നോക്കി നിൽക്കുന്നതായ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ള ജീവിതം നയിക്കുവാൻ നമ്മളെപ്പോഴും ആഗ്രഹിച്ചോണം. എപ്പോഴും കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആ ഒരു ഭയവും ആ ദൈവിക ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, 139-ാം സങ്കീർത്തനം അതിൻ്റെ 23-ഉം 24-ഉം വാക്യം, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവെ രക്ഷ പ്രാപിച്ചു, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ജീവിക്കുക, നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കുക, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജീവിതമായത്. പക്ഷേ എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ ഒക്കെ അറിയണമേ, എന്തെങ്കിലും വ്യസനത്തിനുള്ള മാർഗമുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിലേക്ക് കർത്താവെ അങ്ങ് നടത്തണമേ എന്നൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിച്ചോണം. ഒരു കാരണവശാലും വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതെ പിന്മാറിപ്പോകാതെ കർത്താവിനെ മാത്രം ലക്ഷ്യം വെച്ച് ഈ ലോകത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകാം. ഒരുപക്ഷെ നമ്മുടെ സ്വന്തക്കാരിൽ നിന്നുണ്ടാകാം, മിത്രങ്ങളിൽ നിന്നുണ്ടാകാം, അയൽവാസികളിൽ നിന്നുണ്ടാകാം. ഇതിനെ ഒന്നും
ആമേൻ, ഒന്നും ഗണ്യമാക്കാതെ യേശുവിനെ മാത്രം നോക്കി കർത്താവിൻ്റെ കാഹളധ്വനി കേൾക്കുമ്പോൾ എനിക്ക് അവനോടുകൂടെ എടുക്കപ്പെടണം, എനിക്ക് നിത്യമായൊരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. യേശു പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടാ പോകും, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോവുകയാണ്. ഭവനം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോകും. ഞാൻ വാസസ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വന്ന് വീണ്ടും കൊണ്ടുപോകും. അപ്പം നമ്മുടെ കാത്തിരിപ്പ് അതിനുവേണ്ടി. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒന്നും നമ്മളെ കുലുക്കി കളയുവാൻ പാടില്ല, നമ്മളെ നിരാശപ്പെടുത്തി കളയുവാൻ പാടില്ല, നമ്മളെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. വളരെ വിശ്വസ്തയോടെ ഏകാഗ്രതയോടെ കർത്താവിനോടുള്ള ഭയഭക്തിയിൽ ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർത്തോണം, കർത്താവിൻ്റെ വരവെങ്കിൽ ഒരു വലിയ അസാധാരണമായ പുകഴ്ചയും മാന്യതയും ദൈവമക്കൾക്ക് ലഭിക്കും. നിന്ദിച്ചവരുടെ മധ്യത്തിൽ, തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തിൽ, ഇവരെന്നെ ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ചോദിച്ചവരുടെ നടുവിൽ, പ്രിയപ്പെട്ടവരെ, കാഹളം ധ്വനിക്കുമ്പോൾ ഈ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണമായ സംഭവം. ലോകത്ത് പല പ്രതിഭാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ കാണാത്ത ഒരു പ്രതിഭാസം, കർത്താവിന് വേണ്ടി ജീവിത വിശുദ്ധിയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന ഒരു കൂട്ടം കർത്താവിനോടൊപ്പം മേഘത്തിലേക്ക് എടുക്കപ്പെടുന്ന ആ ഒരു വലിയ സുദിനം വരാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വളരെ വിശുദ്ധിയോടെ, വളരെ ഭയത്തോടെ, കർത്താവിനോടുള്ള ഏകാഗ്രതയിൽ വേണം ജീവിപ്പാൻ കേട്ടോ. ഈ ലോകത്തിൽ നമ്മളെ വീഴിച്ച് കളയുവാൻ പല തന്ത്രങ്ങൾ ശത്രു ഒരുക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഏകാഗ്രതയോടും ദൈവഭയത്തോടും കൃപയിൽ ജീവിച്ചാൽ ദൈവത്തിൻ്റെ അസാധാരണ ആ സന്തോഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കേട്ട നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രത്യേക അനുഗ്രഹങ്ങൾ ഇന്ന് പകൽക്കാലം കർത്താവ് തരട്ടെ. ഒരാൾ പോലും കൈവിടപ്പെടാതെ എല്ലാവരും കാഹളത്തിങ്കിൽ എടുക്കപ്പെടുന്നവരായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, നീ ശബ്ദം കേട്ടവരെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ഇവരുടെ മേൽ ഒരു പ്രത്യേക ബ്ലെസ്സിങ് ഇന്ന് പകൽക്കാലം കർത്താവ് കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിത് അനുഗ്രഹമായി എങ്കിൽ ഒരാൾ കൂടെ അയച്ചു കൊടുക്കുക കേട്ടോ. പുതിയതായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.